ഹലോ ഫ്രണ്ട്സ്, കേട്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കഥ കേട്ടോ. എന്നാലും വിശ്വസിക്കാതിരിക്കാനും വയ്യ. എന്താ പറയുക, ഇപ്പോഴും ആ ഒരു ന്യൂസ് കേട്ടതിൻ്റെ ഞെട്ടൽ മാറിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. നമുക്ക് ആർക്കും കേട്ട് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കഥ തന്നെയാണ് കേട്ടോ. ഇത് കഥയല്ല, റിയലായിട്ട് നടന്നിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അതായത് ഒരു ദിവസം ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ കിടന്നുറങ്ങുന്ന വെറും 1.5 വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള ഒരു കൊച്ചുമകളെ കാണാനില്ല. കുഞ്ഞുകുട്ടിയാണ്, 1.5 വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള ഒരു മകളാണ്. സ്വന്തം ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ കിടന്നുറങ്ങുന്ന മകളാണ്. രാവിലെ ആയപ്പോൾ ആ കുട്ടിയെ കാണാനില്ല. അങ്ങനെ സ്വാഭാവികമായിട്ട് പോലീസ് കേസൊക്കെ കൊടുത്ത് അന്വേഷണം കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ പരിസരത്തെല്ലാം അന്വേഷിച്ചപ്പോൾ ഈ കുട്ടി അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ കടലിൻ്റെ തീരത്ത് മരണപ്പെട്ട് കിടക്കുകയാണ്. കുഞ്ഞു മോളാണ്, 1.5 വയസ്സായിട്ടുള്ള മോള്. ഈ കല്ലിൻ്റെ എന്താ പറയുക, കടലിൻ്റെ തീരത്ത് കല്ലുകളൊക്കെ കട്ടിക്കിട്ടിട്ടുണ്ടാവില്ലേ, അതിനടിയിലാണ് ഈ കുഞ്ഞുമോള് കിടക്കുന്നത്. തലയൊക്കെ പൊട്ടിയിട്ട് ആകതായിട്ടുണ്ട്. അപ്പോൾ തന്നെ കുട്ടി ഇവർ പോലീസുകാരൊക്കെ കണ്ട് കിട്ടുന്ന ടൈമിൽ കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കുട്ടി മരണപ്പെട്ട് കാരണം തന്നെ സ്വാഭാവികമായിട്ട് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇതിന് പിന്നാലെ. അങ്ങനെ കേസും കാര്യങ്ങളൊക്കെ അന്വേഷണം തുടങ്ങി. അപ്പോൾ അന്വേഷണത്തിൽ കുട്ടി എവിടെയായിരുന്നു രാത്രി എന്നൊക്കെ അന്വേഷിക്കുമ്പോൾ കുട്ടി സ്വന്തം ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ കിടന്നുറങ്ങിയിരുന്നു എന്നൊക്കെയാണ് അറിയുന്നത്. അപ്പോൾ ഈ ഉപ്പ എന്ന് പറയുന്നത് കുട്ടിയുടെ ഉമ്മാരായിട്ട് 2-3 വർഷങ്ങളോളമായി അകന്ന് താമസിക്കുന്ന ഒരാളാണ്. ഇവർ ഉപ്പയും ഉമ്മയോ യാതൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പും ഇല്ല. ഇപ്പം അവർ അകന്ന് ജീവിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് 1.5 വയസ്സായി. അപ്പോൾ ഈ കുട്ടി എന്താ പറയുക, കുട്ടിയുടെ ഉമ്മ കുട്ടിയെ 6 മാസം വിശേഷമുള്ള ടൈമിൽ ഇയാൾ ഗൾഫിലേക്ക് പോകുന്നതാണ്. അതായത് കുട്ടിയുടെ ഉപ്പ ഗൾഫിലേക്ക് പോയതാണ്. പിന്നീട് ഇവരെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷണം കാര്യങ്ങളൊന്നും ഇല്ല. ഇവർക്ക് ചിലവിന് കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. ഭയങ്കര അവരോട് ക്രൂരമായിട്ടാണ് പെരുമാറുന്നത് ഈ ഭാര്യയുടെ അടുത്ത്. അങ്ങനെ ഈ ഭാര്യ അതൊന്നും സഹിക്കാൻ പറ്റാതെ ഭാര്യയുടെ വീട്ടിലേക്ക് വരികയാണ്. അതായത് ഭാര്യയുടെ സ്വന്തം വീട്ടിലേക്ക് വന്നിട്ട് അവിടെയാണ് പിന്നീട് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യമൊക്കെ കുറച്ച് ചിലവിന് എല്ലാവരും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആദ്യം കുറച്ച് ചിലവിനൊക്കെ ഈ ഭർത്താവ് അയച്ചു കൊടുത്തിരുന്നെങ്കിലും പിന്നീട് അതുപോലും അയച്ചു കൊടുക്കാത്തൊരു സാഹചര്യമായി. അങ്ങനെ സ്വന്തം വീട്ടിലാണ് ഈ ഭാര്യ നിന്നിരുന്നത്. അവിടെ നിന്നിട്ടാണ് കുട്ടിയെ പ്രസവിക്കുന്നതും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഭാര്യയുടെ വീട്ടുകാർ, ഭാര്യയുടെ ഉപ്പയാണ് ഇവരെ നോക്കിക്കൊണ്ട് വന്നിരുന്നത്. എല്ലാ കാര്യങ്ങളും ഈ ഭാര്യയ്ക്കും കുട്ടിക്കും, അതായത് ഭാര്യയ്ക്കും കുട്ടിക്കും വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്ന ഈ ഭാര്യയുടെ ഉപ്പയായിരുന്നു. അവരുടെ വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. അങ്ങനെ താമസിച്ച് ഈ കുട്ടിക്ക് 1.5 വയസ്സായി. അങ്ങനെ ഈ ഗൾഫിലുണ്ടായിരുന്ന ഭർത്താവ് പിന്നീട് നാട്ടിലെത്തിയിട്ട് ആരും അറിയാതെ ഈ പിണങ്ങി നിൽക്കുന്ന ഭാര്യയുടെ അടുത്തേക്ക് വരികയാണ്. ഒരു ദിവസം വന്നിട്ട് പറയുകയാണ്, ഞാൻ ചെയ്തതെല്ലാം തെറ്റായിരുന്നു, എന്നോട് ക്ഷമിക്കണം, ഇനി നമുക്ക് ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാം എന്നൊക്കെ ഭാര്യ പറയുമ്പോൾ ആദ്യം ഭാര്യ പറയുകയാണ്, പറ്റില്ല, ഇപ്പം ഇത്രയും കാലം എൻ്റെ ഉപ്പയാണ് എന്നെ നോക്കിയത്. അപ്പോൾ ഉപ്പാരുടെ അടുത്ത് പറയണം, എന്നിട്ട് വേണം വരാൻ, അത് നിങ്ങളിവിടെ ഒറ്റയ്ക്ക് വരരുത് എന്നൊക്കെ പറയാണ്. പിന്നീട് ഒരു ദിവസം രാത്രി, അതായത് ഈ ഉപ്പ വീട്ടിലില്ലാത്ത ടൈമിൽ ഈ ഭർത്താവ് വീണ്ടും വീട്ടിലേക്ക് വരികയാണ്. ഈ ഭാര്യയുടെ അടുത്ത് വന്നിട്ട് ഒരു ദിവസം അവിടെ രാത്രി കിടക്കുകയാണ്. ആരും അറിയാതെ, മറ്റാരും അറിയാതെ ഈ ഭാര്യയുടെ അടുത്ത് പറയുകയാണ്, ഞാനെല്ലാവരും എന്താ പറയുക, ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല, നമുക്ക് സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഭാര്യയുടെ അടുത്ത് വന്നിട്ട് കിടക്കുകയാണ് ഒരു ദിവസം രാത്രി. അന്ന് ഈ ഭാര്യയുടെ വീട്ടിലുള്ള ആരും ഈ സംഭവം അറിഞ്ഞിട്ടൊന്നുമില്ല. ഭാര്യയുടെ ഉപ്പിങ് ആരും ഈ സംഭവം അറിഞ്ഞിട്ടില്ല. അങ്ങനെ കിടക്കുമ്പോഴാണ് അന്നത്തെ ദിവസമാണ് ഈ കുഞ്ഞിനെ കാണാനാവുന്നതും കുഞ്ഞ് അന്ന് കൊലപ്പെടുന്നതും. അപ്പോൾ അന്വേഷണം കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇയാളന്ന് അവിടെ കിടന്നതെന്നൊക്കെ അറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളിപ്പോൾ ഇത്രയും ദിവസം കൂടിയിട്ട് ഇവരുടെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ ഒരു ഇതിലൊക്കെ ഏർപ്പെട്ട കാരണം എല്ലാ തെറ്റുകളും പുറത്ത് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ എല്ലാവരുടെ സംശയം വന്നത് ഇയാളെ മേത്തേക്കാണ്. അതായത് ഈ ഭർത്താവിൻ്റെ മേത്തേക്കാണ്. ഈ ഭർത്താവ് ഇവരോട് എന്താ പറയുക, പക വീട്ടിയതാണ്. അതായത് എല്ലാ തെറ്റും ഞാൻ മാറ്റിവെച്ച് ഇനി നിങ്ങളുടെ കൂടെ ജീവിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നത് ഈ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നെല്ലാവരും ഉറപ്പിച്ചു. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഉറപ്പിച്ചു. ഈ ഭാര്യ വരെ പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ കൊന്നത് ഇയാൾ തന്നെ ആയിരിക്കും, എന്നോടുള്ള പക വീട്ടിയതായിരിക്കും എന്നെല്ലാവരും പറഞ്ഞു. എല്ലാവരും സ്വാഭാവികമായിട്ട് പോലീസുകാരും എല്ലാവരും ആ ഒരു വഴിക്ക് തന്നെ അന്വേഷിച്ചു. കാരണം ഇത്രയും നാൾ വരാത്ത ഒരാൾ പെട്ടെന്ന് ഇപ്പോൾ വന്നത് ഇത് തന്നെ ആയിരിക്കാമെന്ന് എല്ലാവരും അതിന് പിറകെ പോയി. അങ്ങനെ അന്വേഷണം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2 പേരെയും ചോദ്യം ചെയ്തു. അന്ന് ഈ മുറിയിൽ ഈ ഭാര്യയും ഭർത്താവുമാണല്ലോ ഉണ്ടായിരുന്നത്. അങ്ങനെ 2 പേരെയും ചോദ്യം ചെയ്തു. ഭാര്യയും ചോദ്യം ചെയ്തു, ഭർത്താവിനെയും ചോദ്യം ചെയ്യുന്ന ടൈമിൽ 2 പേരെയും വേറെ വേറെ മുറികളിലൊക്കെ ഇരുത്തി ചോദ്യം ചെയ്തു. അപ്പോൾ ഈ ചോദ്യം ചെയ്യുന്ന ടൈമിൽ മിക്ക ആളുകളും ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹസ്ബൻഡ് തന്നെ ആയിരിക്കും കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നെല്ലാവർക്കും പൂർണ്ണമായിട്ട് ഒരു ഉറപ്പുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ആ ഒരു രീതിയിൽ തന്നെയാണ് എല്ലാവരും ചിന്തിക്കുള്ളൂ. അങ്ങനെ പിന്നെ ഭാര്യയും ഭർത്താവിനെയും ചോദ്യം ചെയ്യുമ്പോൾ ഭാര്യയുടെ ഫോണിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭാര്യ അത് അറ്റൻഡ് ചെയ്യുന്നില്ല, കട്ടാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ വീണ്ടും ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കോൾ അന്വേഷിക്കുന്ന പോലീസ് ഈ ഭാര്യയുടെ ഫോണിലേക്ക് വരുന്ന കോൾസൊക്കെ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു പോലീസുകാരോട് പറയുകയാണ്. അങ്ങനെ ഒരേ നമ്പറിൽ നിന്ന് സ്ഥിരമായിട്ട് ഈ ഭാര്യയ്ക്ക് ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആ നമ്പറൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോഴാണ് അത് ഈ ഭാര്യയുടെ കാമുകനായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഈ കാമുകനെ ഇവരറിയാതെ, ഈ ഭാര്യ അറിയാതെ കാമുകൻ്റെ നമ്പറൊക്കെ തപ്പിപ്പിടിച്ചിട്ട് ഇവർ ഈ കാമുകനെ അറസ്റ്റ് ചെയ്തിട്ട് ചോദ്യം ചെയ്തു. എന്താണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്ന് ചോദിച്ചപ്പോൾ കാമുകൻ പറയാണ്, ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു എന്നൊക്കെ ആദ്യം പറയുന്നുണ്ട്.
അങ്ങനെ പിന്നീട് ഈ കാമുകൻ പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു അഫെയർ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് അന്ന് രാത്രി ഇവരുടെ വീട്ടിൽ പോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ കുഞ്ഞ് മരണപ്പെട്ട ദിവസം നിങ്ങൾ എന്തിനാണ് വീട്ടിൽ പോയത് എന്നൊക്കെ പറയുമ്പോൾ അവൾ വിളിച്ചിട്ടാണ് ഞാൻ പോയത്, പിന്നീടാണ് അറിയുന്നത് അവളുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ തിരിച്ചു വന്നു എന്നൊക്കെ ഈ കാമുകൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ പോലീസുകാർ ചോദിക്കുന്നത് എത്ര ടൈം ആയിട്ടുണ്ടാവും അവിടെ തിരിച്ചു വരുമ്പോൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇയാൾ ഒരു 1:30 1 മണി ആ ടൈമിലൊക്കെ ഞാൻ അവിടെ തിരിച്ചു വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഉപ്പയുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ അവസാനമായിട്ട് രാത്രി എപ്പോഴാണ് കണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ഞാനൊരു 3 മണി ടൈമിലൊക്കെ കുഞ്ഞിനെ പുലർച്ചെ 3 മണി ടൈമിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ പോലീസുകാർ ചോദിക്കും, നിങ്ങൾക്കിപ്പോൾ ഇത്രയും ഓർമ്മയിൽ അത് പറയാൻ എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ടൈമിൽ കുഞ്ഞ് കരഞ്ഞിട്ട് എൻ്റെ ഭാര്യ എണീറ്റിട്ട് കുഞ്ഞിന് പാല് കൊടുക്കുന്നുണ്ടായിരുന്നു, അത് കണ്ടു. അപ്പോൾ ആ ടൈമിൽ ഞാൻ നേരം വെളുത്ത് നോക്കിയപ്പോഴാണ് 3 മണി ആയത് എന്നൊക്കെ കണ്ടു എന്ന് ഇയാൾ പറഞ്ഞു. അങ്ങനെ ഇവർ കേസ് വീണ്ടും ഇങ്ങനെ അന്വേഷിച്ച് വരികയാണ്. ഈ കാമുകനെ ഈ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യം ഈ ഭാര്യയ്ക്ക് അറിയില്ല, ഇത് കണ്ടുപിടിച്ച കാര്യമൊന്നും ഇവർ ഭാര്യയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ വീണ്ടും ഇതിങ്ങനെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് പ്രതി എന്ന്. ഇവർക്കും കറക്റ്റായിട്ട് ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും രണ്ടുപേരെ തന്നെ ഉമ്മയും അങ്ങനെ സ്വാഭാവികമായിട്ട് അധികമൊന്നും സംശയമില്ല. സ്വന്തം കുഞ്ഞിനെ ഇപ്പോൾ ഒരു ഉമ്മമാരും അങ്ങനെ ചെയ്യില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അധികം ഉമ്മയെ സംശയിച്ചിട്ടില്ല. കൂടുതൽ സംശയം ഈ ഒരു ഭർത്താവിൻ്റെ മേത്ത് തന്നെയായിരുന്നു. അങ്ങനെ ഇവർ ഈ കടലിൻ്റെ ഭാഗത്തു നിന്നാണല്ലോ കുഞ്ഞിനെ കിട്ടിയത്. അങ്ങനെ ഇവർ വിചാരിച്ചു എന്നാൽ കടലിൽ പോകുമ്പോൾ കടലിൽ ആ ഒരു കല്ലുകെട്ടിലേക്ക് കുഞ്ഞിനെ വലിച്ചെറിയുമ്പോൾ അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ഒരു വെള്ളക്കെട്ടുണ്ട് അവിടെ, അത് ചവിട്ടി നടന്നിട്ട് വേണം അപ്പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ നടന്നു പോയിട്ടുള്ള ആളുകൾ മേത്ത് അല്ലെങ്കിൽ ചെരുപ്പിൽ ഡ്രസ്സിലൊക്കെ അവിടുത്തെ കടൽ വെള്ളം പറ്റിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് അന്വേഷിക്കാമെന്ന് കരുതിയിട്ട് എന്താ പറയുക, ഈ കാമുകൻ്റെയും അതുപോലെ തന്നെ ഭർത്താവും അവരുടെ രണ്ടുപേരുടെയും ഡ്രസ്സ് വാങ്ങിയിട്ട് അന്വേഷിക്കുമ്പോൾ എല്ലാ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ കടലിലുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ജീവികൾ, സൂക്ഷ്മജീവികളൊക്കെ അവരുടെ തുണിയിലോ ചെരുപ്പിലോ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടാകുന്നൊക്കെ നോക്കുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും തുണിയിലായാലും ഇതിലായാലും അതില്ല. അതുകൂടാണ്ട് ഈ ഭർത്താവിൻ്റെ ചെരുപ്പ് അവിടുന്ന് കാണാനില്ല കേട്ടോ. ഭർത്താവിൻ്റെ ചെരുപ്പ് അന്വേഷണത്തിൽ നോക്കുന്ന ടൈമിൽ ഭർത്താവിൻ്റെ ചെരുപ്പ് കാണാനുണ്ടായിരുന്നില്ല. അപ്പോഴും പോലീസുകാരുടെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെരുപ്പൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവും ഇയാൾ എന്നൊക്കെ തന്നെയായിരുന്നു. എന്നിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അതിലൊന്നും ഈ ഭർത്താവിൻ്റെ തുണിയിലോ അല്ലെങ്കിൽ കാമുകൻ്റെ തുണിയിലോ ഒന്നും ഒരു തരത്തിലുള്ള തെളിവ് കിട്ടിയില്ല. അങ്ങനെ അന്നേ ദിവസം ഈ സ്ത്രീ അതായത് കുട്ടിയുടെ ഉമ്മ ഏത് വസ്ത്രമാണ് ധരിച്ചിട്ടുണ്ടായിരുന്നത് അത് ഇവർ മേടിച്ചിട്ട് ഇതുപോലെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് അയച്ചു കൊടുത്തു, അതിലെന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ അന്ന് വൈകുന്നേരമായപ്പോഴെത്തി. അപ്പോൾ ഈ റിസൾട്ട് വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഷോക്കാവുന്നത്. പോലീസുകാരടക്കം വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും ഷോക്കായി. അതായത് ഈ സ്ത്രീയുടെ വസ്ത്രത്തിലായിരുന്നു ആ കടലിലെ സൂക്ഷ്മജീവികൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നത്. ടെസ്റ്റിലൊക്കെ തെളിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോഴാണ് ഈ പോലീസുകാരും സത്യം പറഞ്ഞാൽ അതുവരെയും സ്ത്രീയെ അധികം ഇവർ സംശയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ അവരടക്കം ശരിക്കും ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇത് അറിഞ്ഞു പിന്നീട്. പക്ഷേ ഇത് അറിഞ്ഞതായിട്ട് പോലീസുകാർ ഭാവിച്ചിട്ടില്ല കേട്ടോ. അതായത് ഈ സ്ത്രീയാണ് കുട്ടിയെ കൊന്നതെന്ന് പോലീസുകാർ അറിഞ്ഞെങ്കിലും ഈ സ്ത്രീയോട് അത് തുറന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ സ്ത്രീയെ വീണ്ടും ചോദ്യം ചെയ്യുന്ന പോലെ ചോദ്യം ചെയ്യുമ്പോൾ ഈ പോലീസുകാർ ആ സ്ത്രീ എങ്ങനെ എന്താ പറയുക ആ കുട്ടിയെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അവരൊരു ഇതിലാക്കി. അതായത് എന്ത് ഭംഗിയുള്ള കുട്ടിയായിരുന്നു അല്ലേ, എത്ര സുന്ദരിയായിട്ടുള്ള മകളാണ്, അവളെ കാണുമ്പോൾ തന്നെ ആർക്കായാലും വളർത്താൻ തോന്നും, അങ്ങനെ ഇങ്ങനെ ഈ മരിച്ചു പോയ മകളെ പറ്റിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയെ ഇങ്ങനെ ഇതിലാക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീ അതിലൊക്കെ ഇങ്ങനെ എൻ്റെ മോളെ എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് പോലീസ് ചോദിക്കുകയാണ്, അങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ നിങ്ങൾ എന്തിനാണ് കൊലപ്പെടുത്തിയത് എന്ന് ചോദിക്കുകയാണ്. ഇത്രയും ഇഷ്ടമുണ്ടായിരുന്ന ഒരു മകളെ നിങ്ങൾ എന്തിനാണ് കൊലപ്പെടുത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ കുനിഞ്ഞ് നിൽക്കുകയാണെന്ന്, ഒന്നും മിണ്ടാതെ തല കുനിച്ചിട്ട് നിൽക്കുകയാണെന്ന്. എന്നിട്ട് ആ സാറിനെ അതായത് ആ പോലീസിനെ കെട്ടിപ്പിടിച്ചിട്ട് കാല് കെട്ടിപ്പിടിച്ചിട്ട് ഈ സ്ത്രീ കരഞ്ഞു. അതായത് എനിക്ക് എൻ്റെ മകളെ ഒരുപാട് ഇഷ്ടമായിരുന്നു, പക്ഷേ എനിക്ക് എന്താ പറയുക എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഒരു സ്നേഹവും കിട്ടിയിട്ടില്ല. കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ട് ഭർത്താവ് എന്നോടൊന്ന് എന്താ പറയുക സ്നേഹത്തിൽ പെരുമാറുകയോ അല്ലെങ്കിൽ ഒരു ഭർത്താവിൻ്റെ അടുത്ത് ഒരു സ്ത്രീക്ക് എന്താണ് കിട്ടേണ്ടത് അതൊന്നും എനിക്കോ എൻ്റെ കുഞ്ഞിനോ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ആ ഒരു സന്തോഷവും സ്നേഹവും ഒക്കെ എനിക്ക് തന്നത് എൻ്റെ കാമുകനാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് എന്നെ ഞാൻ വിവാഹം ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം, ഒരു കുട്ടിയുള്ള നിന്നെ ഞാൻ എങ്ങനെയാണ് വിവാഹം ചെയ്യുക എന്നതാണ് അവൻ പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു കുഞ്ഞിനെ ഇല്ലാണ്ടാക്കിയത്, എനിക്കുള്ള ആ ഒരു സന്തോഷപരമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അന്ന് രാത്രി എൻ്റെ ഭർത്താവ് വീട്ടിൽ വന്ന ടൈമിൽ അത് തന്നെയാണ് പറ്റിയ അവസരമെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ആ ടൈമിൽ കുട്ടിയെ എന്തായാലും കൊന്നു കഴിഞ്ഞാൽ എല്ലാവരും ഹസ്ബൻഡിൻ്റെ മേത്തേക്ക് തന്നെ തിരിയുള്ളൂ എന്ന് ഈ സ്ത്രീ മനസ്സിൽ ഉറപ്പിച്ചു. അതുകൊണ്ടാണ് അന്ന് രാത്രി എന്നെ ആ കുട്ടിയെ കൊലപ്പെടുത്തിയത്. ഇനി ഇതിന് ആ സ്ത്രീ എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാലും അല്ലേ, ആ പോയൊരു കുഞ്ഞിൻ്റെ ജീവന് അത് ഒരിക്കലും ഒരു ഇതാവില്ലായിരുന്നു. അതിപ്പോൾ എന്താ പറയുക, ഈ ഏറ്റവും വലിയൊരു ഇത് നമ്മളെ കൊണ്ട് ഒരു തെറ്റ് ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊരു തെറ്റിൽ പോയി പെടുന്നത് എന്ന് പറയുന്നത് നമ്മുടെ സാഹചര്യമാണ് അല്ലേ. ആ സ്ത്രീയെ മാത്രം നമുക്ക് ഒറ്റയ്ക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ശരിയാണ്, അവരൊരിക്കലും അവരുടെ കുഞ്ഞിനെ അത് ഏതൊരമ്മക്കായാലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമല്ല.
ആ ഒരു കുഞ്ഞിനെ ആ സ്ത്രീ നശിപ്പിച്ചതിന് നമുക്കൊരു തരത്തിലുള്ള ന്യായീകരണം പറയാൻ പറ്റില്ല. കാരണം എല്ലാവരുടെയും സാഹചര്യമാണ് ഏതൊരു മനുഷ്യനെയും തെറ്റുകാരനാക്കുന്നതും എന്തും അയാളുടെ സാഹചര്യമാണ് അയാളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത് വളരെ സത്യമുള്ള കാര്യം. നമ്മൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യം ചെയ്യുക. അത് വളരെ റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ത്രീ ആ ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്ത്രീയുടെ മനസ്സിലുണ്ടായ ഒരു തോന്നലിന് കാരണമെന്ന് പറയുന്നത് ഈ ഒരു സ്ത്രീ മാത്രമല്ല, സ്വാഭാവികമായിട്ടില്ല അതിൽ ആ ഒരു പുരുഷൻ, അതായത് ഈ ഒരു കുട്ടിയുടെ ഉപ്പാക്ക് പൂർണ്ണമായിട്ട് പങ്കുണ്ട്. അയാൾ കൊടുക്കേണ്ട ആ ഒരു സ്നേഹം അവർക്ക് ആദ്യം മുതലേ കൊടുക്കായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നൊരിക്കലും ആ ഒരു സ്ത്രീക്ക് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കേണ്ടി വരുമായിരുന്നില്ല. അവർക്ക് മറ്റുള്ള ഒരാളിൽ നിന്ന് കിട്ടുന്ന സ്നേഹം ഇനി ഒരു കുട്ടി കാരണം ഇല്ലാണ്ടാവോ എന്ന് അവരുടെ മനസ്സിലുള്ള ഒരു തോന്നലാണ് അവരെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു തെറ്റ് ചെയ്യിപ്പിച്ചത്. അതിന് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹസ്ബൻഡ് പൂർണ്ണമായിട്ടും അതിന് ഉത്തരവാദി തന്നെയാണ്. ആ സ്ത്രീയെ മാത്രം നമുക്ക് എല്ലാത്തിനും കുറ്റം പറയാൻ പറ്റില്ല. ആ ഒരു ഭർത്താവ് ചെയ്ത തെറ്റ്, അതിൽ ആ സ്ത്രീ അനുഭവിച്ചിട്ടുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് ഇനിയൊരു കുഞ്ഞ് കാരണം തന്നെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയും തന്നെ ഇട്ടു പോകുമോ എന്നുള്ള ആ ഒരു പേടി കാരണം, ആ ഒരു ചിന്ത കാരണമൊക്കെയാണ് ആ ഒരു സ്ത്രീക്ക് ആ ഒരു നിമിഷത്തിൽ ആ ഒരു കുഞ്ഞിനെ താൻ നൊന്ത് പ്രസവിച്ച ആ ഒരു കുഞ്ഞിനെ തന്നെ ഇല്ലാണ്ടാക്കണം എന്നുള്ള ആ ഒരു തോന്നൽ വന്നത്. ഒരിക്കലും അതിൽ ഒരാളെ മാത്രം നമുക്ക് ഒരു തെറ്റിലും കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഒരു തെറ്റൊരു വ്യക്തി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മറ്റൊരാൾക്കും കൂടി പങ്ക് എന്തായാലും ഉണ്ടായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ അവരെ കൊണ്ട് ആ ഒരു തെറ്റിലേക്ക് അവരെ എത്തിപ്പിക്കുന്നത് അവരുടെ സാഹചര്യങ്ങൾ തന്നെയായിരിക്കും.